ഹായ് ഹലോ വെൽക്കം ടു സിയാസ് ക്രിയേഷൻസ് എ ടു സെഡ് സ്റ്റിച്ചിങ് ട്രിക്സ്. ഇന്ന് നമ്മൾ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഉള്ളൊരു അരി വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബ്ലൗസിലെ നെക്കും സ്ലീവും ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടാണ് വാട്ടർ ഫില്ലിംഗ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ വെള്ളം ഒഴുകുന്നത് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഗ്യാപ്പുള്ള ഭാഗങ്ങൾ മുഴുവൻ ഇതുപോലെ വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മൾ വളരെ അടുത്ത് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ് വാട്ടർ ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. തുടക്കത്തിലൊക്കെ ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. കുറച്ച് നാൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ആവും. നെക്കിലോ സ്ലീവിലോ ഒക്കെ നമ്മൾ ഫ്ലവറും ബീഡ്സും ഒക്കെ ചെയ്ത് കൊടുത്തതിൻ്റെ ഇടയിലൂടെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇത് വളരെ അടുത്തടുത്ത് അകത്തെ തുണിയുടെ കളറ് അങ്ങനെ വലുതായിട്ട് പുറത്തോട്ട് കാണാത്ത പോലെ അത്രയും അടുത്ത് വരച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വരച്ചാലേ ഉള്ളൂ വാട്ടർ ഫില്ലിങ്ങിന് കൂടുതൽ ഭംഗി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് എത്രത്തോളം അത് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഗ്യാപ്പില്ലാതെ അടുത്തടുത്ത് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ കളർ കോമ്പിനേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിസൈന് നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഹെയറും കണ്ണും ഐബ്രോസും എല്ലാം ബ്ലാക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഓർണമെൻറ്റ്സ് ഒക്കെ യെല്ലോ ആണ് കൊടുത്തത്. ഡ്രസ്സിന് ബ്ലൂ കളറ്. അങ്ങനെ കളർ കോമ്പിനേഷൻ നോക്കി നമ്മൾ ഡിസൈൻ കൊടുക്കുമ്പോൾ ഡിസൈന് കൂടുതൽ ഭംഗിയും പെർഫെക്ഷനും ഉണ്ടാവും. അപ്പോൾ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവും.